ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഈസബേലിൻ്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുക. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറയുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഏലിയ പ്രവാചകൻ ഒരു വെള്ളി വെളിച്ചമായി ഇരുണ്ട കാലയളവിൽ ദൈവകരങ്ങളിൽ പ്രശോഭിച്ച ധന്യനായ ഒരു ദൈവപുരുഷനായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവ് ദൈവകരങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെട്ടു, എങ്ങനെ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു, ഏലിയാവ് ദൈവത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്നെല്ലാം ഈ തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും പുതിയ പ്രതിഷ്ഠയും
പുതിയ സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ കരഗതമാക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ശമൂവേൽ പ്രവാചകൻ്റെ കാലം വരെ ഏറെക്കാലം ഇസ്രായേൽ ആത്മീയമായ വെളിച്ചമില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്നു. ഇസ്രായേൽ ജനം ഇരുണ്ട കാലയളവിലൂടെ പോവുകയായിരുന്നു. അന്ധകാരം നിറഞ്ഞ കാലയളവിൽ രജതദീപമായി ഉദിച്ച ആ അത്ഭുത ജ്യോതിസായിരുന്നു വാസ്തവത്തിൽ ശമൂവേൽ പ്രവാചകൻ. ശമൂവേൽ പ്രവാചകൻ്റെ നാവിൽ കൂടി വന്ന ദൈവത്തിൻ്റെ തിരുവചനം ജനഹൃദയങ്ങളെ ഉണർത്തി. ശമൂവേൽ പ്രവാചകൻ ശീലോവിലും യെറിഹോവിലും യോർദാനിലും ബേഥേലിലും ഗിൽഗാലിലും എല്ലാം സഞ്ചരിച്ചു. പ്രവാചക സ്കൂളുകൾ സ്ഥാപിച്ചു. പ്രവാചക ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആത്മീക നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചു. ശമൂവേൽ പ്രവാചകൻ്റെ കാലശേഷം ആ ശുശ്രൂഷ തുടർന്ന് ഏറ്റെടുത്ത് നടത്തിയത് തിസ്ബി എന്ന കുഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകൻ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു. ജനങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തു. സ്വർഗത്തിൻ്റെ അരുളപ്പാടുകൾ ഏലിയ പ്രവാചകൻ പറഞ്ഞു. ഏലിയ പ്രവാചകൻ ദൈവകരങ്ങളിൽ അത്ഭുതകരമായി ഉപയോഗിക്കപ്പെട്ടു. ഏലിയ പ്രവാചകനെ ഇവിടെ നാം ഈ വായിച്ച ഭാഗത്ത് കാണുന്നത് കർമ്മേൽ ഗിരിയിൽ അത്ഭുതം ചെയ്യുന്നവനായിട്ടാണ്. കർമ്മേൽ പർവ്വതം, കർമ്മേൽ ഗിരിയിൽ അത്ഭുതം ചെയ്യുവാൻ ഏലിയാവിനെ ദൈവം നിയോഗിച്ചു. ദൈവം ഏലിയാവിനെ അനുഗ്രഹിച്ചു. ജീവിതത്തിൽ കർമ്മേൽ പർവ്വതത്തിൻ്റെ അനുഭവം നമുക്കെല്ലാം സ്വായത്തമാക്കാവുന്നതാണ്. നാം എല്ലാം സ്വന്തമാക്കേണ്ടതാണ്. കർമ്മേൽ പർവ്വതത്തിൻ്റെ അനുഭവം എന്താണ്? സ്വർഗത്തിൻ്റെ തീ ഇറങ്ങിയ അനുഭവമാണ്. സ്വർഗത്തിൻ്റെ തീ ഇറങ്ങിയ അനുഭവം നാം ചിന്തിച്ചു വരികയായിരുന്നു. തിരുവചനത്തിലെ പർവ്വതങ്ങളെക്കുറിച്ച്, കാൽവറി മലയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു. മോറിയ മലയെക്കുറിച്ച് നാം ചിന്തിച്ചു. ഹോരേവ് പർവ്വതത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒലീവ് മലയെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇപ്പോൾ നാം കർമ്മേൽ മലയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. കർമ്മേൽ പർവ്വതം, കർമ്മേൽ മല സ്വർഗത്തിൻ്റെ തീ ഇറങ്ങിയ മലയാണ്. ദൈവപുരുഷൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുരുഷൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് യാചിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗത്തെയും യാഗപീഠത്തിൽ വെച്ചിരുന്നതിനെയും സമ്പൂർണമായി ദഹിപ്പിച്ചു. അഗ്നി ഭൂമിയിലിറക്കിയ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. സ്വർഗീയ അഗ്നി ഭൂമിയിലിറക്കി. അക്ഷരികമായി ഉയരത്തിൽ നിന്ന് തീ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഏലിയ പ്രവാചകൻ ജനങ്ങൾക്ക് ആധ്യാത്മിക നവോത്ഥാനം നൽകുവാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകനാണ്. ആത്മീക ഉണർവ് നൽകുവാൻ, ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ, ആധ്യാത്മിക പ്രബുദ്ധതയേകുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിൻ്റെ ആളുകളായ അശേര പ്രതിഷ്ഠകളെയും പ്രവാചകന്മാരെയും നിൻ്റെ ബാൽ പ്രവാചകന്മാരെയും എല്ലാം കൂട്ടി വരുത്തിക്കൊള്ളുക. എല്ലാവരും വരട്ടെ, ഈ മലയിലേക്ക് വരട്ടെ. ദൈവം തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം സാക്ഷാൽ സത്യദൈവം. ആഹാബ് രാജാവ് അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ആഹാബ് രാജാവിനെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും വാസ്തവത്തിൽ രാജാവിൻ്റെ ഭാര്യ ഇസബേലാണ്. ഇസബേൽ വിഗ്രഹാരാധിയാണ്. ഇസബേൽ ദുഷ്ടസ്ത്രീയാണ്. ഇസബേൽ സകല തിന്മയും വഷളത്വവും മ്ലേച്ഛതയും തിങ്ങിയ ഒരു സ്ത്രീയാണ്. ആ ദുഷ്ടസ്ത്രീയാണ് രാജ്യം ഭരിക്കുന്ന ആഹാബിനെ ഭരിക്കുന്നത്. ആഹാബ് രാജാവ് വിഗ്രഹാരാധനയിലേക്ക് പോയത്, ജാതീയ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത്, അശേര പ്രതിഷ്ഠകളെ നമസ്കരിക്കാൻ ഇടയായത്, ബാൽ വിഗ്രഹ സേവയിലേക്ക് രാജാവും രാജാവിൻ്റെ കൂടെ ജനങ്ങളും നിബന്ധിച്ചു പോകുവാൻ ഇടയായതെല്ലാം ഇസബേലിൻ്റെ പ്രേരണ കൊണ്ടാണ്. ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന
400 അശേര പ്രവാചകന്മാർ, മാത്രമല്ല ബാലിൻ്റെ 450 പ്രവാചകന്മാർ. ഇവരെല്ലാവരും പൈശാചിക ശക്തിയുടെ പ്രതീകങ്ങളാണ്. സിംബൽസ് ഓഫ് ദ ഈവിൾ ഫോഴ്സസ്. തിന്മയുടെ ശക്തിയുടെ പ്രതീകങ്ങളാണ്, പ്രതിരൂപങ്ങളാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട്, പിശാചിൻ്റെ പ്രവാചകന്മാരുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട്, സാത്താൻ്റെ പ്രവാചകന്മാരുണ്ട്. ദൈവത്തിൻ്റെ ആരാധനയുണ്ട്, സാത്താൻ്റെ ആരാധനയുണ്ട്. മറക്കരുത്, നാം അത് വിവേചിച്ചറിയേണ്ടതാണ്. ദൈവത്തോട് നാം ചേർന്ന് നിന്നാൽ നമുക്ക് അനുഗ്രഹമാണ്. പൈശാചികൻ്റെ കൂടെ നിന്നുപോയാൽ നമുക്ക് നാശമാണ്, നമ്മുടെ തലമുറകൾക്കും മുടിവാണ്. ദൈവത്തോടുകൂടെ നാം നിൽക്കാനിടയാകണം. ഏതൊരു സാഹചര്യത്തിലും ഒരുപക്ഷെ അധികം പേര് നമ്മുടെ കൂടെ നിൽക്കാൻ ഉണ്ടായില്ലെങ്കിൽ പോലും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. നമ്മുടെ അഭിപ്രായഗതിയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒട്ടേറെ പേർ വന്നില്ലെങ്കിൽ പോലും നാം ഒരു ന്യൂനപക്ഷമായി തോന്നിയാൽ പോലും, ന്യൂനപക്ഷമായി തീർന്നാൽ പോലും ദൈവത്തോടുകൂടെ നാം നിൽക്കണം. അതിൻ്റെ ബലം അത്യന്തം മേധുരമാണ്, അത്യന്തം ശക്തമാണ്. ദൈവത്തോടുകൂടെ നിന്നാലുള്ള അനുഗ്രഹം അത് വർണ്ണനാതീതമാണ്. സഹോദരങ്ങളെ, ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല കൂടെ. ഏലിയ പ്രവാചകൻ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ആളുകളുണ്ട്. 7000-ഓളം ആളുകൾ അവിടെ ഉണ്ട് എന്ന് പിന്നീട് നാം വായിക്കുമ്പോൾ കാണാം. പക്ഷേ അവരാരും രംഗത്ത് വരുന്നില്ല, അവർക്ക് പേടിയാണ്. ഈ ഏലിയാവ് പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാം. ഏലിയാവ് ഒരു സത്യത്തിന് വേണ്ടി ആണ് നിൽക്കുന്നതെന്ന് അവർക്കറിയാം. ഏലിയാവ് സത്യത്തിൻ്റെ പ്രവാചകനാണെന്നറിയാം. ഏലിയാവ് പറയുന്നതാണ് സനാതന സത്യമെന്നവർക്കറിയാം. പക്ഷേ അവർക്ക് രംഗത്ത് വരാൻ ഭയമാണ്. അവർക്ക് രാജാവിന് ഭയമാണ്, മേലാളന്മാരെ ഭയമായിരിക്കുന്നു, അധീശത്വത്തെ ഭയപ്പെടുന്നു, ഭരണ നേതൃത്വത്തെ പേടിക്കുന്നു. അതുകൊണ്ട് അവർ സത്യത്തിന് സാക്ഷ്യം വഹിപ്പാൻ മനസ്സില്ലാതെ അവർ ഒളിച്ചു മാറുന്നു. സഹോദരങ്ങളെ, പക്ഷേ ഏലിയാവ് അധൈര്യപ്പെട്ടില്ല. ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട്. അത് 17-ാം അധ്യായത്തിൽ നാം കാണും. ആദ്യത്തെ വാക്യത്തിൽ, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. ഏലിയാവ് പറയുന്ന വാക്യം അതാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ കർമ്മേലിൽ തീ ഇറക്കുവാനും യാഗപീഠം കത്തി സ്വർഗീയ അഗ്നി കൊണ്ട് എരിയുവാനുമെല്ലാം ഇടയായതിൻ്റെ പിന്നിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നുള്ള ആ ഒരു ഏകാഗ്രതയും ഭക്തി നിർഭരതയും നമുക്ക് കാണാൻ സാധിക്കും. ഭക്തി, ദൈവത്തിലുള്ളതായ ആശ്രയം, സത്യദൈവത്തിലുള്ളതായ വിശ്വാസം, ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കാനുള്ള സമർപ്പണം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്ന് ഏലിയാവ് പറയുന്നത് നമ്മെ വാസ്തവത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. എനിക്ക് ധൈര്യമുണ്ടോ ക്രിസ്തുവിൻ്റെ സാക്ഷി എന്ന് പറയാൻ? ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണെന്ന് പറയാൻ? അതിൽ നാം അഭിമാനം കൊള്ളുന്നുണ്ടോ? ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പകച്ചാലും, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നുവെന്ന് തുറന്നു പറയാൻ, ആ അത്ഭുതകരമായ മനസാന്നിധ്യത്തോടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൂരവ്യാപകങ്ങളാണ്. തലമുറകളിലേക്ക് പടർന്ന് ചെല്ലുന്നതാണ്. സഹോദരങ്ങളെ, ഏലിയാവ് പറഞ്ഞു, ഇപ്പോൾ അശേര പ്രവാചകന്മാരെ വരുത്തു, ബാലിൻ്റെ പ്രവാചകന്മാരെ വരുത്തു, ഈ കർമ്മേൽ മലയിലേക്ക് എല്ലാവരെയും വരുത്തു. പ്രിയപ്പെട്ടവരെ, കർമ്മേലിലേക്ക് എല്ലാവരും വരികയാണ്. ഏലിയാവ് പറഞ്ഞു, സർവ്വജനത്തോടും പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ജനത്തിന് അത്ര ഗൗരവമായിട്ട് തോന്നിയില്ല. ഒരു കുഗ്രാമവാസിയായ ഒരു സാധു ഉപദേശി വന്ന് പറയുന്നു, യഹോവയാണ് ദൈവമെങ്കിൽ ദൈവത്തിന് അംഗീകരിക്കുക, അല്ല ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ സേവിക്കുക. നിങ്ങൾ 2 തോണിയിൽ കാൽ വയ്ക്കല്ലേ. ഈ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് അവർക്ക് അത്ര വില തോന്നിയില്ല, ഒന്നും വേണ്ടിയില്ല, ഒരു പ്രതികരണവുമില്ല. പ്രിയപ്പെട്ടവരെ,
ജനം പ്രതികരിക്കും. എപ്പോഴാണെന്നറിയാമോ? തീ കണ്ടാൽ പ്രതികരിക്കും. എൻ്റെ ജീവനുള്ള ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ തീ ഇറങ്ങുന്നത് കണ്ടാൽ ജനം പ്രതികരിക്കും. ഗുണമായോ ദോഷമായോ പ്രതികരിക്കും. ചിലപ്പോൾ ദോഷമായിട്ടായിരിക്കും, കൊന്നുകളയുമെന്നുള്ള ഭീഷണിയോടെ ആയിരിക്കും. പക്ഷേ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങിയാൽ ജനം പ്രതികരിക്കും, ജനം അതിന് മറുപടി പറയും. ഇവിടെ ജനം ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് ഏലിയാവ് പറഞ്ഞു. ജനം ഉത്തരം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഏലിയാവ് പിന്നെ പറഞ്ഞു, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡം ഖണ്ഡമാക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമിടുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. തീയുടെ കാര്യം കേട്ടപ്പോൾ ജനം ചലിക്കാൻ തുടങ്ങി. അത് നല്ല വാക്ക്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അല്ല, നിങ്ങളുടെ ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ, നിങ്ങൾക്ക് പ്രയോജനപ്രദമായൊരു ജീവിതം നയിക്കണമോ, തീ നിങ്ങളിൽ ഇറങ്ങണം. തീ നിങ്ങളിലൂടെ സംസാരിക്കണം. തീ നിങ്ങളുടെ നാവിലൂടെ ഒഴുകണം. തീ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസരിച്ചു കൊണ്ടിരിക്കണം. തീ നിങ്ങളുടെ ജീവിതത്തിൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം. സ്വർഗത്തിൻ്റെ തീ, സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ ആ തീയുടെ ശോഭയും ചൂടും വെളിച്ചവും നമ്മിലൂടെ പരിസരങ്ങളിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കണം, വ്യാപിച്ചു കൊണ്ടിരിക്കണം. ആത്മാവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. ഏലിയാവിൻ്റെ ഹൃദയത്തിലൊരു തീയുണ്ട്. ഏലിയാവിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഏലിയാവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയേറിയ വ്യാപാരമുണ്ട്. ഏലിയാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനൊത്താണ് മുന്നോട്ട് പോകുന്നത്. ഏലിയാവിന് സ്വന്തം മഹത്വം അന്വേഷിക്കണമെന്നില്ല, സ്വന്തം മാനം നോക്കണമെന്നില്ല, സ്വന്തം നിലയും വിലയും അത് ഏലിയാവിന് വിഷയമല്ല. ഏലിയാവിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല. ഏലിയാവിന് നിക്ഷിപ്ത താല്പര്യമില്ല. ഏലിയാവിന് സ്ഥാപിത താല്പര്യമില്ല. ഏലിയാവിനൊന്നേ ഉള്ളൂ, നിത്യനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വരണം, സത്യമായും ദൈവം ജീവിക്കുന്നുവെന്ന് ലോകരെല്ലാം അറിയണം, തന്മൂലം എല്ലാവർക്കും സൗഭാഗ്യകരമായ ശോഭനമായ ഭാവി ലഭിക്കണം, എല്ലാവരും അനുഗ്രഹീതമായ നല്ല നാളെയിലേക്ക് കുതിച്ചെത്തണം. ഇതേ പാവം പ്രവാചകനുള്ളൂ. ഏലിയാ പ്രവാചകന് മറ്റു ഉദ്ദേശമില്ല. ആ ശുദ്ധോദ്ദേശത്തോടെ ഏലിയാവ് ആത്മാവിന് തീ ഉള്ളത്തിൽ കത്തിക്കൊണ്ട് ഏലിയാവ് നടക്കുകയാണ്, ഏലിയാവ് പ്രവർത്തിക്കുകയാണ്, ഏലിയാവ് സംസാരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ തീ ഉള്ളത്തിൽ പേറിക്കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ പറയും, സാറേ തീയുണ്ട്, പക്ഷേ ഈ വേദനയുടെ തീയാണ്, കഷ്ടതയുടെ തീയാണ്, ദുരിതത്തിൻ്റെ തീയാണ്, ഉള്ളു തീ ആളിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാട് തന്നെ കഷ്ടം, ദുഃഖവും ദുരിതവും, രോഗവും ആവലാതിയും, പണത്തിൻ്റെ പോരായ്മയും ഇല്ലായ്മയും, കടത്തിൻ്റെ ബാധയും കടത്തിൻ്റെ ഒഴിയാത്ത കഷ്ടപ്പാടും അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ക്ലേശങ്ങളും. തീയ, ഉള്ളു തീയാണ്. മക്കളെ ഓർക്കുമ്പോൾ തീയ, ഭർത്താവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തീയ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തീയ, ഒരു തൊഴിലിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തീയ, കടമെങ്ങനെ വീട്ടുമെന്ന് ഓർക്കുമ്പോൾ തീയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരുടെയും ഹൃദയത്തിൽ തീയുണ്ട്, പക്ഷേ നിരാശയുടെ തീയാണ്, കഷ്ടതയുടെ തീയാണ്, ദുഃഖത്തിൻ്റെ തീയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ തീ കെടുത്തിയിട്ട് സാക്ഷാത്മാവിൻ്റെ തീ കത്തിക്കാൻ കർത്താവായ യേശു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വേദനയുടെ തീയുണ്ടല്ലോ, രോഗത്തിൻ്റെ ആകുലങ്ങളുടെ തീയുണ്ടല്ലോ, കടത്തിൻ്റെ ബാധ്യതയുടെ തീയുണ്ടല്ലോ, കുടുംബത്തിലെ ക്ലേശങ്ങളുടെ തീയുണ്ടല്ലോ, വീട്ടിൽ ചില പ്രതിസന്ധികൾ വന്നതുകൊണ്ടുള്ള തീയുണ്ടല്ലോ, മനസ്സ് പതറുന്നതിൻ്റെ തീയുണ്ടല്ലോ, ജീവിതമാകെ ഉലഞ്ഞു വലഞ്ഞ് നിരാശാപൂരിതമായി തീരുന്നതിൻ്റെ തീയുണ്ടല്ലോ. അതെല്ലാം കെടുത്തിയിട്ട് ശത്രുഭയത്തിൻ്റെ തീ അണച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ വേവലാതിയെല്ലാം മാറ്റിയിട്ട്
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിഭ്രാന്തി മാറ്റിയിട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന വേദനയുടെ തീയെ ശമിപ്പിച്ചിട്ട്, നിങ്ങളുടെ ഉള്ളിൽ സാക്ഷാൽ ദൈവസ്നേഹത്തിന് തീ കത്തിക്കാൻ, പരിശുദ്ധാത്മാവിന് തീ കത്തിക്കാൻ ജീവനുള്ള ദൈവം ഇപ്പോൾ നിങ്ങളെ സന്ദർശിക്കുകയാണ്. ആ തീ നിങ്ങളുടെ മേൽ തൂയിത്തരുവാനും, ആ തീ നിങ്ങളുടെ ഹൃദയത്തിൽ പാകിത്തരുവാനും കരുണയുള്ള കർത്താവ് ഇപ്പോൾ നിങ്ങൾ സമീപിക്കുകയാണ്. നിങ്ങളൊന്നേ ചെയ്യേണ്ടൂ, ഞാൻ സേവിച്ച് നിൽക്കുന്നത് യഹോവയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവഭക്തിയുള്ളവരാകുവീൻ, ദൈവത്തിൽ ആശ്രയമുള്ളവരാകുവീൻ, ദൈവത്തെ ഭയമുള്ളവരാകുവീൻ, ദൈവത്തെ ഭയന്നുകൊണ്ട് നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരാകുവീൻ, പാപത്തെ വെറുക്കുന്നവരാകുവീൻ, പാപ ജീവിതത്തോട് യാത്ര പറയുന്നവരാകുവീൻ, അഴുക്കായതെല്ലാം ഉപേക്ഷിക്കുന്നവരാകുവീൻ, തിന്മപ്പെട്ടതെല്ലാം ജീവിതത്തിൽ നിന്ന് കളഞ്ഞു മാറ്റിയിട്ട് നിങ്ങൾ പുതിയ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാകുവീൻ, സമാധാനമില്ലാത്തയിടത്ത് സമാധാനം വിതറുന്നവരാകുവീൻ, ദുഃഖിച്ച് വലഞ്ഞിരിക്കുന്നിടത്ത് ആശ്വാസം പകരുന്നവരാകുവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് തീ കത്തും. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ ഹൃദയത്തിൽ തീ കത്തുന്നുണ്ടായിരുന്നു. ഏലിയാവ് ആഹാബിനോട് സംസാരിക്കുമ്പോൾ തീ കത്തും. ഏലിയാവ് ആ കെരീത്തിൻ്റെ വക്കിൽ അവിടെ ഒളിച്ചിരിക്കുമ്പോൾ തീ കത്തും. ഏലിയാവ് കാക്ക അപ്പം കൊണ്ട് വരുന്നത് കാണുമ്പോൾ തീ കത്തും ഏലിയാവിൻ്റെ ഉള്ളിൽ. മാത്രമല്ല, ഏലിയാവ് പ്രിയപ്പെട്ടവരെ സരപ്തയിലെ വിധവയുടെ ഭവനത്തിൽ ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റിയ ആ വിധവയായ സ്ത്രീയുടെ ഭവനത്തിൽ, സരപ്തയുടെ ഭവനത്തിൽ ചെന്ന് പാർക്കുമ്പോൾ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ വിധവയായ സ്ത്രീ പിന്നീട് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവപുരുഷനാണ് എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവുള്ളൊരു ദൈവപുരുഷനാണ് ഇദ്ദേഹമെന്ന് ഞാൻ അറിയുന്നു എന്ന്. 3 കൊല്ലം വീട്ടിൽ രഹസ്യമായി ഒളിച്ചു പാർത്ത ദൈവത്തിൻ്റെ പ്രവാചകൻ പോകാൻ നേരത്ത് ഈ വിധവയുടെ സാക്ഷ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നീ യഹോവയുടെ ആത്മാവുള്ളൊരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ അറിയുന്നു. 17-ാം അധ്യായത്തിൻ്റെ അവസാനം അതാണ് പറയുന്നത്. നീ ദൈവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാനിതിനാൽ അറിയുന്നു. 17-ാം അധ്യായം 24-ാം വാക്യം. സ്ത്രീ പറയുകയാണ്, വിധവയായ സ്ത്രീ പറയുകയാണ്, ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു കുഞ്ഞുണ്ടായ, മനസ്സിലായോ, ജീവിതത്തിൽ തെറ്റുപറ്റിയ, ജീവിതത്തിൽ തിരുത്താനാവാത്ത തെറ്റുപറ്റിയ ആ സരപ്തയിലെ വിധവയായ സ്ത്രീ പറയുകയാണ്, നീ ദൈവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാനിതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, സാക്ഷ്യമുള്ള ജീവിതം, തീ കത്തുന്ന ജീവിതം സാക്ഷ്യമുള്ള ജീവിതമാണ്. ഹൃദയത്തിൽ തീ കത്തുന്ന ജീവിതം മറ്റുള്ളവർ ദൈവത്തെ കണ്ടെത്താൻ ഇടയാകുന്ന ജീവിതമാണ്. ദൈവത്തെ അറിയാത്തവർ ദൈവപക്ഷത്തേക്ക് തിരിയുന്നതിന് ഉതകുന്ന ജീവിതമാണ് തീയുള്ള ജീവിതം. കേട്ടുപോകല്ലേ, അനുഭവിക്കണമേ. നമ്മുടെ ജീവിതം തീയുള്ള ജീവിതമാകട്ടെ, പരിശുദ്ധാത്മാവ് കത്തുന്ന ജീവിതമാകട്ടെ. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒന്നും നേടിയില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നേടണം. നിങ്ങൾക്കൊരു സ്വത്തും കിട്ടിയില്ലെങ്കിലും, ഒരു വിദ്യാഭ്യാസവും കിട്ടിയില്ലെങ്കിലും, നിങ്ങൾക്കൊരു തൊഴിലുമില്ലെങ്കിലും, 10 രൂപ വരുമാനമില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് തീ നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണത നിങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ എരിവ് നിങ്ങളെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധി നിങ്ങളിൽ തിങ്ങിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണത, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവൻ നിങ്ങളിൽ തുടിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏലിയാവ് പറഞ്ഞു, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ സാക്ഷാൽ സത്യദൈവം. ജനം പറഞ്ഞു, എന്താണ് ജനം പറഞ്ഞത്? അത് നല്ല വാക്ക് എന്ന ഉത്തരം പറഞ്ഞു. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ സത്യദൈവം, അത് നല്ല വാക്ക്. സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, വളരെ താഴ്മയോടെ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടേണ്ടവരാ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. എന്തെല്ലാം പോയാലും നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകാതെ നിങ്ങൾ കരുതലോടെ ജീവിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മാനസാന്തരപ്പെട്ട ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, ഒരിക്കൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിസ്സാരമായ ചില പാപങ്ങൾക്ക് വേണ്ടി നിത്യോന്നതനായ പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, തുച്ഛീകരിക്കരുത്, ദുഃഖിപ്പിക്കരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിറക്കി വിടരുത്. പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, പരിശുദ്ധാത്മാവിന് തീ കെട്ടുപോകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുത്തിക്കളയരുത്.
ആത്മാവാകുന്ന തീ കെടുത്തിക്കളയരുത്. ആത്മാവിനെ കെടുത്തിക്കളയുന്ന പാപം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ നിങ്ങൾ തന്നെ സൂക്ഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിപ്പീൻ. ഈ സ്വർഗീയാഗ്നി കെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിപ്പീൻ. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ തീ എൻ്റെ തലമേൽ ഇറങ്ങണമേ. ആത്മാവിൻ്റെ തീ ഇറങ്ങുന്നതിന് തടസ്സമായി എന്നിലുള്ള പാപങ്ങളോട് ഞാനിതാ യാത്ര പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേൽ ഇറങ്ങുന്നതിന് തടസ്സമായി എൻ്റെ ഉള്ളത്തിലുള്ള തിന്മകളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ മുൻവിധികളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ തെറ്റിദ്ധാരണകളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ അവിശ്വാസത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ അഹന്തയോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ സ്വാർത്ഥതയോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ കപടഭക്തിയോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ദ്രവ്യാഗ്രഹത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ അശുദ്ധ മോഹങ്ങളോട് യാത്ര പറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ സ്വയത്തിൻ്റെ മതിപ്പുകളോട് യാത്ര പറയുന്നു. ഉടയവനെ, നിൻ്റെ ആത്മാവിപ്പോൾ എൻ്റെ മേൽ ഇറങ്ങണമേ. ഈ നിധി എന്നും ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നിൻ്റെ ആത്മാവിനെനിക്ക് തന്നാൽ ഈ സ്വർഗീയ മഹാനിധി എന്നും ഞാൻ പരിഭാവനമായി കാത്തുകൊള്ളാം. നിങ്ങൾ പറയുവീൻ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ. സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ തീ കത്തട്ടെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം കത്തിപ്പോകട്ടെ, നിങ്ങളുടെ അഴുക്കുകളെല്ലാം കത്തി നശിക്കട്ടെ, ദുരാത്മ വ്യാപാരങ്ങൾ കത്തിപ്പോകട്ടെ, നിങ്ങളുടെ മേലുള്ള ഭൂതാത്മാക്കളുടെ ബാധകളെല്ലാം കത്തി നശിക്കട്ടെ, ബോധക്ഷയങ്ങളും എപ്പിലെപ്സിയും നിങ്ങളുടെ ഫിറ്റ്സും എല്ലാം മാറിപ്പോകട്ടെ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവന്റെ ആത്മാവിനെ വാദിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം കർത്താവേ, ജഡപ്രമാണത്തെ മരിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ജഡമോഹങ്ങളെ എല്ലാം മരിപ്പിച്ചു തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാം മായി എന്ന് കാണാനുള്ള സുബോധം തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. തീ ഇറങ്ങണമേ, സ്വർഗീയ അഗ്നി കത്തണമേ, ജീവിതത്തെ ആകമാനം പുതുക്കണമേ, പഴയ ജീവിതത്തെ മുഴുവനായി മാറ്റണമേ, പച്ചയായതെല്ലാം കത്തിച്ചു കളയണമേ, പഴയതെല്ലാം കത്തി നശിക്കുമാറാകണമേ. ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റ് വരുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.